ഹിമാചൽ പ്രദേശിൽ പ്രളയം വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന്റെ വ്യാപ്തി ബോധ്യപ്പെടുന്ന ചില കണക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. 82 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. 31 പേരെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് കാണാനില്ല എന്നുള്ളത് കൂടിയാണ്. അവർക്ക് തിരച്ചിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരാളെ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. 31 പേരെ കാണാനില്ല എന്നത് ഔദ്യോഗികമായി വരുന്ന കണക്കാണെങ്കിലും അല്പം കൂടി ആ കണക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. 110 പേർക്ക് പരിക്ക് പറ്റി. 400 കോടി രൂപയുടെ നാശനഷ്ടം ഇതുവരെ ഉണ്ടായി എന്നാണ് സർക്കാർ ഔദ്യോഗികമായി വിലയിരുത്തുന്നത്. ജൂൺ 20 തുടങ്ങിയതാണ് മഴ. അതിപ്പോഴും തുടരുകയാണ്. 19 തവണ മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. 10-ലേറെ പാലങ്ങൾ ഒഴുകിപ്പോയി എന്നുള്ള കണക്കുകളും അവിടെ നിന്ന് ലഭ്യമാവുകയാണ്. 269 റോഡുകൾ തകർന്നു എന്നാണ് സർക്കാർ ഔദ്യോഗികമായി പങ്കുവയ്ക്കുന്ന വിവരം. അതേസമയം തന്നെ അവിടെ നിന്നുള്ള മറ്റ് റിപ്പോർട്ടുകളിൽ 500-ലധികം റോഡുകളും പാലങ്ങളും തകർന്നിട്ടുണ്ട്. ഗതാഗതം താറുമാറായി. ആളുകൾക്ക് പുറം ലോകവുമായി ബന്ധമില്ലാത്ത സ്ഥിതിയിലാണ്. 100-ലധികം സ്ഥലങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടായി ഉൾപ്പെടെയുള്ള വാർത്തകളാണ് വരുന്നത്. മണ്ഡി, ബിലാസ്പൂർ, ഹമീർപൂർ തുടങ്ങിയ മേഖലകൾ, കിന്നോർ, കുളു, ലാഹോൾ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കങ്കണ റണൌത്ത് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമുള്ള ഫണ്ടോ രക്ഷാപ്രവർത്തകരുടെ അഭാവവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ബാധിക്കുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ കങ്കണയും കൂടി വ്യക്തമാക്കുന്നുണ്ട്.